നമസ്കാരം. നമസ്കാരം. അലക്സ് അഞ്ജന ഫുഡി ലൈഫ്സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പനീറൊക്കെ ചേർത്തിട്ട് എളുപ്പത്തിലൊരു മക്രോണി ഡിഷ്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അതെങ്ങനെയാണ് നമുക്ക് കാണാം. മക്രോണി 400 grams ആണ് എടുത്തേക്കുന്നത്. എൽബോ ഷേപ്ഡ് ഇത് എടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യത്തിനുള്ള വെള്ളം, അതായത് മുങ്ങിക്കിടക്കത്തക്കവണ്ണം ഉള്ള വെള്ളം എടുക്കുക. 3-4 ലിറ്റർ വെള്ളം വേണ്ടി വരും. ഇത് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും അല്പം എണ്ണ, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ വേണ്ട. കുറച്ചൊഴിക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇടുക. തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മക്രോണി ഇട്ട് ഒന്ന് വേവിക്കാം. ഏകദേശം 5 മിനിറ്റ് മതിയാവും. ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. ആ ഷേപ്പ് റീറ്റെയിൻ ചെയ്യണം. അതേസമയം ഇത് വേവുന്ന സമയം നമുക്ക് ബാക്കിയൊക്കെ വഴറ്റിയെടുക്കാം. മിക്സിയുടെ ജാറിൽ 12 അല്ലി വെളുത്തുള്ളി, ഏകദേശം ഇടത്തരം വലിപ്പമുള്ള വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് ഇടുന്നത്. പൊടി ചേർക്കുന്നതിന് പകരം ഞാനിപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ആക്കുകയാണ്. പിന്നെ 7 വറ്റൽമുളക്, അത് എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തക്കാളിയും കൂടെ അരയ്ക്കണം. വറ്റൽമുളകും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ഒന്ന് പൊടിച്ചു. എന്ന് വെച്ചാൽ തക്കാളി ഇട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഇത് അരയത്തില്ല. അതുകൊണ്ടാണ് ആദ്യം ഇതൊന്ന് പൊടിച്ചിട്ട് പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് അരയ്ക്കുന്നത്. തക്കാളി ഞാൻ 3 ഇടത്തരം തക്കാളി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ പറ്റുന്ന അത്രയും ഇട്ട് 2 പ്രാവശ്യമായിട്ടോ 3 പ്രാവശ്യമായിട്ടോ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. ഈ തക്കാളിയുടെ പുളിയാണ് അതിനുണ്ടാവുക. ആദ്യം ഒന്ന് കുരുമുളക് ഇതെല്ലാം കൂടെ പൊടിച്ചിട്ട് പിന്നെ തക്കാളി ഇട്ടുകൊണ്ട് കണ്ടോ നല്ല പേസ്റ്റായിട്ട് കുരുമുളകും പൊടിഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ല പോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം തന്നെ എല്ലാം ഇട്ട് അടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വെള്ളം ചൂടാവുന്നുണ്ട്. ഇനി മക്രോണി അതിലേക്ക് ചേർക്കാം. വെള്ളം ചൂടായി തുടങ്ങി. നമ്മൾ ഉപ്പും എണ്ണയും ചേർത്തിട്ടുണ്ടല്ലോ, ഇതിലേക്ക് മക്രോണി ഇടുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും. 5 to 7 minutes മതിയാവും. ഒന്ന് ഇളക്കി കൊടുക്കുക, ഒട്ടി പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് സ്ട്രെയിൻ ചെയ്യാം. ഇത് ഞാൻ വേറൊരു സ്ട്രെയിനിലേക്ക് സ്ട്രെയിൻ ചെയ്യുന്നില്ല. ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ കോരി അതിലേക്ക് തന്നെ ചേർക്കാനാണ് പോകുന്നത്. അപ്പം ഈ സ്റ്റോക്കിൻ്റെ കുറച്ച് വെള്ളമൊക്കെ, ഈ വെള്ളം ഉണ്ടല്ലോ അത് ചേർക്കുമ്പോൾ നല്ലതായിരിക്കും, ടേസ്റ്റും ഒക്കെ കിട്ടും. ഇത് വെള്ളത്തിൽ ഇട്ടതേ ഉള്ളൂ, ഇനി കുക്കാവണം. മക്രോണി വേവാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇപ്പുറത്തൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇതൊന്ന് ചൂടാവട്ടെ. നമുക്ക് ആദ്യം പനീർ ഒന്ന് വഴറ്റിയെടുക്കണം. gram പനീർ, അത് ക്യൂബ്സായിട്ട് മുറിച്ചതാണ്. ഇത് വഴറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വഴറ്റിയാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് വഴറ്റാമെന്ന് കരുതിയത്. എന്നിട്ട് ഇത് വഴറ്റിയിട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇങ്ങനെ എണ്ണയിൽ കിടന്ന് പനീർ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വേറെ ബൗളിലേക്ക് മാറ്റുക. തീ കുറച്ച് വെക്കുക. ഇതിലേക്ക് ഇനി മാറ്റിയതിന് ശേഷം ഉള്ളിയൊക്കെ വഴറ്റുക. 2 ഇടത്തരം സവാള ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഇടുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്യുന്ന പോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ, അങ്ങനെ ഒരുപാടങ്ങ് അതാവണ്ട, എന്നാലും ആ ഒരു പച്ച ചുവയൊക്കെ മാറി ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റൊക്കെ ചേർക്കണം. തീ കൂട്ടി വെച്ച് വഴറ്റുക. ഇതൊക്കെ വഴറ്റുന്നതിൻ്റെ ഇടയിൽ മക്രോണി വെന്തോന്ന് നോക്കിയോണേ. എന്നുവെച്ചാൽ ഇപ്പം ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്തിടാം. കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ മാറി. കണ്ടോ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്.
ഓഫ് ചെയ്യാൻ പോണേ, സ്ട്രെയിൻ ചെയ്യുന്നില്ല, ഇനി ഇരിക്കട്ടെ. ഓഫ് ചെയ്തു. ഈ സമയത്ത് സവാള വഴറ്റുന്നതിൽ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് പിടിക്കണമല്ലോ. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. പിന്നെ സവാള ഏകദേശം വഴണ്ടു. ഇനി നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ കളറാണ് നല്ല കളറ്, വറ്റൽമുളകിൻ്റെയും ഒക്കെ. ഇനി വറ്റൽമുളക് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർത്തും അരയ്ക്കാം, അതും നല്ല ടേസ്റ്റാണ്. ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, പിന്നെ നല്ലതാണ്. തക്കാളിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്ന് വഴണ്ടു. വെള്ളമുണ്ട്, അതുകൊണ്ട് ഇച്ചിരി ടൈം എടുക്കുന്നില്ല. വെള്ളം ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്കിനി വഴറ്റി വെച്ചേക്കുന്ന പനീർ അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ആ മസാലയൊക്കെ പിടിക്കുമല്ലോ. കുറച്ചിരിക്കട്ടെ, ബാക്കി ലാസ്റ്റ് മുകളിലൊന്നും ഇടാനായിട്ട് ഇരിക്കട്ടെ. ഇത്രയും ഇതുകൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് ഇറ്റാലിയൻ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, ഒറിഗാനോ, ബേസിൽ, പാഴ്സ്ലി. അപ്പം അതൊക്കെ ഡ്രൈ ആയിട്ടുള്ള ഡ്രൈ ലീവ്സ് ആണ് ഇരിക്കുന്നത്. നമുക്ക് ഫ്രഷ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ ചേർത്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. ബേസിൽ ലീവ്സും പാഴ്സ്ലി ലീവ്സും ഒക്കെ നമുക്ക് ഷോപ്പിൽ കിട്ടുമല്ലോ, അങ്ങനെ ചേർത്താലും ഏറ്റവും നല്ലത്. ഇതിപ്പം എൻ്റെ ഉള്ളത് ഡ്രൈ ലീവ്സ് ആണ്, മിക്കയുടെ വീട്ടിലും അതായിരിക്കും കാണുക. ഇനി അത് ചേർത്ത് കൊടുക്കാം. ഉപ്പും ഇനി ചേർക്കണം കുറച്ചും കൂടെ. പാഴ്സ്ലിയൊക്കെ ഇങ്ങനെ കിട്ടുമല്ലോ, അതാണ് ചേർക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഗാർലിക്കിൻ്റെ ടേസ്റ്റാണ് ഇങ്ങനത്തെ ഡിഷസിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുക. പാഴ്സ്ലി ലീവ്സ് ഏകദേശം 1 ടീസ്പൂൺ ഇട്ടു. ഒറിഗാനോ അതുപോലെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഇടാം. നമ്മുടെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം കേട്ടോ, കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ ഇതും ബേസിൽ ലീവ്സും 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഇത് മിക്സായിട്ട് കിട്ടും, മിക്സഡ് ഹെർബ്സ് എന്ന് പറഞ്ഞ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ ഗാർലിക് പൗഡർ അതും 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം തന്നെ നല്ലൊരു ഇറ്റാലിയൻ മണമാണ് വരുന്നത്. പനീറും പിന്നെ ബട്ടർ ചേർത്തിട്ടുണ്ടല്ലോ അത്, പിന്നെ ഈ ചേർത്ത ഡ്രൈ ലീവ്സ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിനി മക്രോണി ചേർത്ത് കൊടുക്കാം. നമുക്കിനി അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ചല്ലേ ഇട്ടുള്ളൂ, 1/2 ടീസ്പൂൺ കൂടെ ചേർത്തു. ഇനി നോക്കിയതിന് ശേഷം മാത്രം നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇനി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പാഴ്സ്ലി ലീവ്സും ബേസിൽ ലീവ്സും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പിസ്സയൊക്കെ വാങ്ങിക്കുമ്പോൾ കൂടെ കിട്ടുമല്ലോ, നമുക്ക് സീസണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒറിഗാനോ സീസണിങ് ഇങ്ങനെ പാക്കറ്റ്സിൽ കിട്ടുമല്ലോ. അപ്പം ഞാനത് കളയാതെ മാറ്റി വെച്ചേക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പം അത് ഇതിനകത്ത് പൊട്ടിച്ച് ചേർക്കും, അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്താം. സോസസ് ഒന്നും വേറെ ചേർക്കുന്നില്ല. ടൊമാറ്റോ സോസൊക്കെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഒരുപാട് രീതിയിൽ മാറ്റാമല്ലോ. ഇനി നമുക്കിനി മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വെള്ളത്തിൽ കിടന്നതേ നല്ല ഇതായിട്ടിരിക്കുകയാണ്. ഇതിലിങ്ങനെ കോരി ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ആ വെള്ളത്തിന് നനവോടുകൂടി ചേരുമ്പോഴത്തേക്കും ആ ഒരു നനവ് ഡ്രൈ ആവത്തില്ല. ഇനി ഇത് മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കാം. അങ്ങനെ നമ്മൾ വേവിച്ച മക്രോണി ഇതിൽ മൊത്തം ചേർത്തു. ഇനി ഒന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം അല്പം വെള്ളത്തിൻ്റെ നനവും ഉണ്ട്, അതായത് മക്രോണി വേവിച്ച ആ സ്റ്റോക്ക് അതിൻ്റെ നനവും ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ സീസണിങ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. അവസാനം നമുക്ക് അല്പം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയല്ലോ. നമുക്കിനി അല്പം ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം.
മൊസറല്ല ചീസ് അല്ലേ? അതെ അതെ, മോസറല്ല ചീസോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ചീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുക്കും. ഇനി അവസാനം നമ്മൾ ഗാർണിഷ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു നല്ല ഇറ്റാലിയൻ ടേസ്റ്റ് വരും. പിന്നെ ചീസ് ഇഷ്ടമല്ലാത്ത ആരുമില്ലല്ലോ, അതുകൊണ്ടാണല്ലോ പിസയൊക്കെ എല്ലാവർക്കും ഇഷ്ടം. അപ്പം എത്രയും ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ഇനി ഇതൊന്ന് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ചീസൊക്കെ ഒന്ന് മെൽട്ടായി തുടങ്ങി. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ലാസ്റ്റ് ഇച്ചിരി ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കണം. ചീസൊക്കെ അത് ഇങ്ങനെ അലിഞ്ഞ് നൂല് പോലെയായി. അല്പം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടർ ചേർക്കുമ്പം കുറച്ചുകൂടെ കൂടും ടേസ്റ്റ്. ഇനി ഒരുപാട് മിക്സ് ചെയ്യണ്ട. വറ്റൽമുളകിൻ്റെ എരിവും ചേർത്ത് ഡ്രൈ ലീവ്സിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ വന്നിട്ട് ഉഗ്രൻ ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ വറുത്ത് വെച്ചിരുന്ന ബാക്കിയുള്ള പനീറുണ്ടല്ലോ, അതുകൂടെ ചുമ്മാ മുകളിലൊന്ന് ഡെക്കറേഷന് വേണ്ടി ഇടുകയാണ്. ഇനി നമുക്ക് അല്പം ചീസും കൂടെ മുകളിൽ ഗ്രേറ്റ് ചെയ്തിടാം. ഇപ്പോൾ ചൂടുള്ളത് കൊണ്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഉരുകും. അപ്പം അകത്തും നല്ലപോലെ ചീസുണ്ട്. ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് കുട്ടികൾക്കും നമുക്കുമൊക്കെ കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ പനീർ മക്രോണി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് ചീസും ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ പനീറും ചീസും നല്ലൊരു കോമ്പിനേഷനാണ്. ചൂടോടെ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ അരച്ച് ചേർത്ത ടൊമാറ്റോ പേസ്റ്റും പനീറും ഉപ്പും എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറയും. ചൂടാണല്ലേ? എരിവൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. നല്ല ഇറ്റാലിയാനോ ടേസ്റ്റ്. നമ്മൾ പാഴ്സ്ലി ലീവ്സ് ഒക്കെ ചേർത്തുകൊണ്ട് അല്ലേ, നല്ല സോഫ്റ്റ്. വറ്റൽമുളക് നമുക്ക് അത് കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കുക. അപ്പോൾ ഇത് ഞാനൊരു 7 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എരിവുണ്ട്. നിങ്ങളിതെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. ബൈ.